വിവാഹശേഷം ഏറ്റവും കൂടുതൽ ഫ്രീ ടൈം വേണമെന്ന് കൂടുതൽ ആഗ്രഹിച്ചത് മേഘയാണ്. കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണം. രണ്ടുപേർക്കും മ്യൂച്വലി അല്ലേ? അതിനെ കുറിച്ച് ഇപ്പൊ എങ്ങനെ പറയാം? ഞങ്ങൾ ഫ്രീ ടൈമിനെ കുറിച്ചൊന്നും അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല. രണ്ടുപേർക്കും ഞങ്ങൾക്ക് ഒരുപാട് പ്ലാൻസ് ഉണ്ട്. ഫ്രീ ടൈമിൽ ട്രാവലിംഗ്, ട്രിപ്പ് അടി, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പൊ അത്യാവശ്യം ഫ്രീ ടൈം. ഇപ്പൊ ഇവിടെ കോളേജും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. ഇവിടെയാണോ പഠിക്കുന്നത്? അപ്പൊ ഫ്രീ ടൈം രണ്ടുപേർക്കും വേണമെന്നില്ല. വേണമെന്നുണ്ട് തീർച്ചയായിട്ടും. പക്ഷെ കൂടുതലായിട്ട് ആരാ പറഞ്ഞെന്ന് വെച്ചാൽ കൺഫ്യൂസിങ് ആണ്. കാരണം രണ്ടാക്കും ബിസിനസ് എന്താന്നുള്ളത് അറിയുന്നത് കൊണ്ട്. കാരണം പുള്ളിക്കാരത്തിന്റെ ക്ലാസ് ഉണ്ട്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്ക് വർക്ക് ഉണ്ട്, അതൊന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് ലക്കിലി ഞാൻ പറഞ്ഞില്ല, എൻ്റെ തമിഴ് പ്രൊജക്ട് ടെലികാസ്റ്റ് ആവാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ടീമിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ എനിക്ക് അവർ ഇത്തിരി ടൈം തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്മൂത്ത് ആയിട്ട് ഫ്രീ ടൈം ഉണ്ട്. ഞാൻ ഈ ബാക്ക് ഇഞ്ചൂർഡ് ആയി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ലോങ് ട്രാവലും ബാക്കി ട്രിപ്പിംഗ് പരിപാടീസ് ഒന്നുമില്ല. ഇപ്പൊ കംപ്ലീറ്റ് റെസ്റ്റും ഇവിടെ തന്നെയുള്ള ഒരു അടിപൊളീസ് മാത്രമേ ഉള്ളൂ. അടുത്തത്, വിവാഹത്തിന് മുമ്പ് പലതവണ ഞങ്ങൾ വഴക്കിട്ടിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും വലിയ വഴക്കുണ്ടാക്കിയത് എന്തിന്റെ പേരിലാണ്? ഈ നോക്കിയില്ലാന്നൊന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കല്ല, അതൊന്നും പറയല്ലേ. എന്തോ ഒരു പോസ്റ്റ് ഇടണ്ടെന്ന് പറഞ്ഞിട്ട് ഇട്ട സമയത്ത് നമ്മളൊരു പ്രശ്നം ഉണ്ടായിരുന്നത്. എൻ്റെ അടുത്ത് ലൈക്ക് ഒരു സ്പെസിഫിക് പിക്ചർ കൊള്ളൂല എന്ന് പറഞ്ഞ്, പക്ഷെ ഞാൻ ലൈക്ക് ഓക്കെ പോസ്റ്റ് ഇടുന്ന കുഴപ്പമില്ല എന്നുവെച്ചാൽ എടുത്ത കൊള്ളൂല എന്നാൽ കൊള്ളാം. എനിക്ക് അറിഞ്ഞിട്ട് അറ്റ് ദ ടൈം ഐ വാസ് ഡം, ഐ ഡോണ്ട് നോ. ഞാൻ അതെടുത്ത് പോസ്റ്റ് ഇട്ട്. അപ്പോഴാണെങ്കിൽ അതിന്റെ പാച്ചു കുറച്ച് ദിവസം 2 ദിവസം എൻ്റെ അടുത്ത് മിണ്ടാതൊക്കെ ഇരുന്നു. പിന്നെ സോറിയൊക്കെ പറഞ്ഞു, എന്നാലും വീണില്ല. ആ സമയത്ത് എനിക്ക് എന്താണ് മിണ്ടാതിരിക്കണം, വഴക്ക് പറഞ്ഞ് മിണ്ടാതിരിക്കണം എന്ന് ആ ഒരു സാധനം തലയിൽ വരില്ലായിരുന്നു. കാരണം എന്താണ്, ഒരാൾ എൻ്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ അത് എനിക്ക് പേഷ്യൻസ് ആണ് ഈ റിലേഷൻഷിപ്പിൽ വന്നതിന് ശേഷം ഞാൻ പഠിച്ചത്. സൽമാൻ എന്താ പഠിച്ചത്? പുള്ളിക്കാരി പേഷ്യൻസ് പഠിച്ചു എന്നുള്ളത് ഞാൻ പഠിച്ചു. ഇല്ല, ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പുള്ളിക്കാരത്തിൻ്റെ ഒരുപാട് ഗുഡ് ക്വാളിറ്റീസ് ഉണ്ട്. അത് ഭയങ്കര രസമാണ്. അത് എനിക്ക് അറിയാം. അതായത് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ പെട്ടെന്ന് ചൂടായിട്ട് കാര്യമില്ല, അത് ശരിയാവും എന്ന് എനിക്കറിയാം. പക്ഷെ ഇത് അറിയാണ്ട് വന്നു പോകുന്നതാണ് ഈ ഷോർട്ട് ടേം വേർഡ്. ഞാൻ പറഞ്ഞില്ലേ, ആ പുള്ളിക്കാരത്തി അതിനെ റിയാക്ട് ചെയ്യാതിരിക്കുമ്പോൾ എനിക്ക് തന്നെ അത് സങ്കടമായി. ഞാൻ തന്നെ പോയിട്ട് സോറി, ഞാനത് പെട്ടെന്ന് ആയിപ്പോയതാണ്, സോറി എന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരത്തി ഓക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഇപ്പം നെഗറ്റീവ് വരുന്ന സമയം ഞാൻ പെട്ടെന്ന് പാനിക്, ഞാൻ പെട്ടെന്ന് ടെൻഷനാവും. അപ്പോൾ ഞാനതിങ്ങനെ ചില സമയത്ത് റിപ്പീറ്റ് ചെയ്ത് അറിയാണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എടി അങ്ങനെ ഇങ്ങനെ പറയും, അത് വിടുമാച്ചോക്കുക, അത് സംഭവിച്ച് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ? ദെൻ ലെറ്റ്സ് ഡിസ്കസ്. ഒന്നും ചെയ്യാൻ പറ്റില്ല, ലീവ് ഇറ്റ്. അതിനേക്കാളും നല്ലതൊന്നും വരും. അപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഏലിയൻ ആണെന്ന് പോലും ചോദിച്ചതെന്ന് വെച്ചെങ്കിൽ, ഒരു നോർമൽ മനുഷ്യന് ഒരു നോർമൽ സിറ്റുവേഷനിൽ പാനിക് ആവുന്ന, ടെൻസ്ഡ് ആവുന്ന, ചൂടാവുന്ന ഒന്നുമില്ല. എല്ലാം ഭയങ്കര പോസിറ്റീവായിട്ടാണ് ഹാൻഡിൽ ചെയ്യുക. എന്ത് കാര്യം കിട്ടിയാലും ഭയങ്കര രസമാണ്. അതുകൊണ്ട് നമുക്ക് ആ പോസിറ്റിവിറ്റി ഭയങ്കരത്തിൽ കിട്ടും. അത് ഭയങ്കര ബ്ലെസ്ഡ് ആണ്. സ്ട്രെസ് അടിച്ചിരിക്കുകയാണെങ്കിൽ, എന്തൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുകയാണെങ്കിൽ അതിനെ കൂളാക്കാനും ഹാൻഡിലാക്കാനും ദ ബെസ്റ്റ്. ആ പോസ്റ്റ് ഇടുന്ന സമയത്ത് ആക്ച്വലി എന്നെ മീറ്റ് ചെയ്യാൻ വേണ്ടി ചെന്നൈയിൽ നിന്ന് ഫ്ലൈറ്റ് ഒക്കെ പിടിച്ച് വരായിരുന്നു. എന്നിട്ട് പിന്നെ എന്നെ മീറ്റ് ചെയ്തില്ല. കണ്ടില്ല. അതൊരു ദേഷ്യ പരിപാടി. ഞാൻ വിചാരിച്ചതിനേക്കാട്ടിലും ഭയങ്കര ദേഷ്യമാണ്. ഓക്കെ, അടുത്തത്, വിവാഹം കഴിഞ്ഞതോടെ ഉത്തരവാദിത്വം കൂടി. തീർച്ചയായിട്ടും ഉത്തരവാദിത്തം കൂടി എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും കൂടി. കാരണം ഒരുപാട് എതിർപ്പിൽ നിന്നും വന്നൊരു ലൈഫാണ്. അപ്പം അത് ജയിച്ച് കാണിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ആവശ്യമാണ്. അത് ഫാമിലി പരമായിട്ടാണെങ്കിൽ, ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഫാമിലി കുറച്ച് കൂളായിട്ടുണ്ടെങ്കിലും ആദ്യം ഞങ്ങൾ ആ ഡിസിഷൻ എടുക്കുമ്പോൾ ഞങ്ങൾ മുൻകൂട്ടി കണ്ടൊരു കാര്യമാണത്. പിന്നെ ഇപ്പം ഈ പറയുന്ന കുറച്ച് എല്ലാ കമൻസിനും എല്ലാത്തിനും ഞങ്ങൾ മറുപടി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ആരെയും ബോധിപ്പിക്കാനോ ഒന്നുമല്ല ഞങ്ങൾ ജീവിക്കുന്നത്. പക്ഷെ എന്നാലും അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ഉള്ളപ്പോൾ ജയിച്ച് കാണിക്കാൻ പ്രത്യേക ഒരു രസമാണ്. അപ്പം അതുകൊണ്ട് അതും എൻജോയ് ചെയ്യുന്നു. ഇത് അത്രയ്ക്കും ഇഷ്ടപ്പെടാത്ത കമൻ്റ് ആണെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനത് ഡിലീറ്റ് ചെയ്യും. കാരണം എല്ലാവർക്കും മറുപടി കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ദ ഓൺലി തിങ് വി ക്യാൻ ഡു ഈസ് ജസ്റ്റ് ഷോ ദം ദ ഹാപ്പി ലൈഫ്. ഞങ്ങൾ എങ്ങനെയാണ് ഹാപ്പി ആയിട്ട് പോകുന്നത് അത് ഞങ്ങൾ കാണിക്കാം. എന്നിട്ട് നിങ്ങൾ ആര് തീരുമാനിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നാലും പറയാണ്, ഒരു 5 പേര് നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ നാളെ റിഗ്രറ്റ് ചെയ്യണം. അല്ലാണ്ട് ഈ ഡിസിഷൻ എടുത്തത് കൊണ്ട് ഞങ്ങൾ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്നില്ല. ഞങ്ങൾ റിഗ്രറ്റ് ചെയ്യണമില്ല. ഞങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കും. അതിൻ്റെ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഞാൻ അവളുടെ അടുത്തും പറയാറുണ്ട്. എടി നോക്ക്, ഒരാളെങ്കിലും നമ്മൾ കുറ്റം പറയുന്നുണ്ടെങ്കിൽ ആ ഒരാളെ കൊണ്ട് നാളെ മാറ്റി പറയിപ്പിക്കേണ്ടത്
നമ്മുടെ ഉത്തരവാദിത്തം ആയിട്ടല്ല, പക്ഷെ അതൊരു ചലഞ്ച് ആയിട്ട് എടുക്കുക. ജസ്റ്റ് ഷോ വി ആർ ഹാപ്പി, ലീവ് ഹാപ്പിലി. എന്താണോ നിന്റെ ഇഷ്ടം, എന്താണോ നിനക്ക് ചെയ്യാൻ ആഗ്രഹം, നിനക്ക് പഠിക്കണോ പഠിക്ക്, നിനക്ക് വർക്ക് ചെയ്യണം, നല്ല വർക്ക് വന്നോ നീ വർക്ക് ചെയ്തോ, നീ എന്താണോ നിന്റെ ലൈഫ്, നിന്റെ ഗോൾ, നിന്റെ ഹാപ്പിനെസ്, വാട്ട് മേക്ക് യു ഹാപ്പി, ഡു ദാറ്റ്. അതിന് ഇപ്പം ഞാൻ എന്തെങ്കിലും പറയുമോ അല്ല, ലെറ്റ്സ് ഡിസ്കസ്. ഇപ്പം വലിയ കാര്യം ഹാപ്പി ആവും വിചാരിച്ചിട്ട് നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളുണ്ടാവും. അപ്പൊ അതിന് ചിലപ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കും, അല്ലെങ്കിൽ നമ്മളത് അതിന് ഒരു ഓൾട്ടർനേറ്റീവ് ഹാപ്പിനെസ് കണ്ടുപിടിക്കും. കാരണം നമുക്കിപ്പോൾ എല്ലാം ചെയ്യാൻ പറ്റില്ലല്ലോ, എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ നമുക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അതിന് ഓൾട്ടർനേറ്റീവ് വേസ് ഉണ്ടോ, അല്ലെങ്കിൽ അത് തന്നെ വേണോ, അതിന് കുറച്ച് ടൈം എടുക്കുമോ. യു പ്ലാൻ, വി വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ, ഡോണ്ട് വറി, ബി ഹാപ്പി. തന്നെയാണ് ഇങ്ങനെ പോകുന്നത്. ഓക്കെ, അടുത്തത്. സീരിയൽ സെറ്റിൽ സൽമാൻ വളരെ സൈലന്റ് ആണ്. നോ, എന്ത് പറയുന്നു? ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ആക്റ്റീവ് ആണ്, ഭയങ്കര ഫണ്ണാണ്. സോ ഒരിക്കലും സെറ്റില് സൈലന്റ് ലൈക് പാച്ചു ഒരു ദിവസം ഇല്ലെങ്കിൽ പിന്നെ ആ സെറ്റ് ഭയങ്കര ഉറങ്ങിയ പോലെയാണ്. പാച്ചുവിന്റെ ഇത് സംസാരം കേട്ട് ഞങ്ങളൊരു ലൈക്ക് എല്ലാവരും ഒരുമിച്ചിരുന്ന് ചിരിച്ചും കളിച്ചിരുന്നു. ലാസ്റ്റ് ലൈക് സാറ് ഞങ്ങള് വഴക്ക് പറഞ്ഞിട്ടുണ്ട്, മിണ്ടാതിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അവിടെ എന്താ വെച്ചാല് ഞങ്ങൾക്കൊരു നൈസായിട്ടൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരുന്നു. ഞാൻ, ഇവള്, പിന്നെ വേറൊരു ലീഡ് ചെയ്യുന്ന വൈഷ്ണവി എന്ന് പറഞ്ഞിട്ട്, പിന്നെ അമ്മയില്, പിന്നെ ലാസ്റ്റ് ശില്പ ആഡ് ചെയ്തു. അപ്പൊ ഇങ്ങനൊക്കെ വരുന്ന, അത് കുറച്ച് ഉണ്ടെങ്കിലും എല്ലാവരും ഇങ്ങനെ ഉണ്ടെങ്കിലും ഭയങ്കരത്തിൽ ഇങ്ങനെ ഒരു എന്താ പറയാ ഭയങ്കര വൈബായിരുന്നു ഞങ്ങളിങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ. അല്ലെങ്കിൽ ഞങ്ങൾ ഈ ഫ്രീ ടൈമിൽ ഇത് പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഒരു അലമ്പായിട്ട് അങ്ങനെ ഒരു പോകുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു. ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സമയത്ത് എടുത്ത കൃത്യമായ തീരുമാനമാണ് ഈ വിവാഹം. തീർച്ചയായിട്ടും. എന്താണ് ആ ഒരു ഭയങ്കര ക്രിട്ടിക്കൽ സിറ്റുവേഷൻ, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു? ലൈക്ക് ഒരു 100ൽ ലവ് ഫാക്ടർ വാസ് ദർ, ബട്ട് ദെൻ മോർ ദാൻ ദാറ്റ് എനിക്ക് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഫാമിലിയിൽ. സോ ആ ഒരു ഇതും കൂടി ഉള്ളതുകൊണ്ടാണ് ഈ പെട്ടെന്നുള്ളൊരു കല്യാണം അല്ലേ. സോ ഐ ഡോണ്ട് റിഗ്രറ്റ് ദിസ് ഡിസിഷൻ ഓർ എനിത്തിങ്. ഐ തിങ്ക് ആൻഡ് ഇസ് ദി കറക്റ്റ് ഡിസിഷൻ. എനിക്കത് കറക്റ്റ് ആവാൻ തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ എപ്പെങ്കിലും ഞാൻ ഇവളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഇവൾക്ക് ഏറ്റവും മോസ്റ്റ് നീഡഡ് ടൈമിൽ തന്നെ ചെയ്തു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ പറഞ്ഞ പോലെ പുള്ളിക്കാരി കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അത് കറക്റ്റ് ടൈമിൽ തന്നെ ഞാൻ ആ കറക്റ്റ് കാര്യം ചെയ്തു എന്നുള്ളൊരു ഇത് എൻ്റെ ഉള്ളിലുണ്ട്. സോ വെരി ഹാപ്പി വിത്ത് മൈ ഡിസിഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു സെഗ്മെന്റ് കഴിഞ്ഞു. ഇടിരണ്ടിലും എന്ന സീരിയലിലൂടെ പ്രേക്ഷക പ്രീതി നേടിയ ജോഡികളായിരുന്നു സൽമാനുൽ ഫാരിസും മേഘ മഹേഷും. സഞ്ജുവും ലച്ചുവുമായി പ്രേക്ഷകർ ഏറ്റെടുത്ത ജോഡികൾ. ഇരുവരും വിവാഹിതരായ ഫോട്ടോ പങ്കുവച്ചപ്പോൾ പുതിയ പ്രോജക്ടിന്റെ അനൗൺസ്മെന്റ് ആയിരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. പിന്നീട് വ്യക്തമായ ക്യാപ്ഷനോടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോഴും ആളുകളുടെ കൺഫ്യൂഷൻ മാറിയിരുന്നില്ല. ഇടിരണ്ടിലും എന്ന സീരിയലിന്റെ സെറ്റിൽ വെച്ച് തന്നെയാണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നത്. സൽമാനെ താൻ ആദ്യമായി ഓഡിഷൻ സമയത്താണ് കണ്ടത്. കാലിന്മേൽ കാല് കയറ്റി വെച്ചിരുന്ന ഫോണിൽ ക്രിക്കറ്റുകൾ കണ്ടുകൊണ്ടിരുന്ന ആളെ കണ്ടപ്പോൾ എന്തൊരു ജാട, ഇതെങ്ങാനും സെലക്ട് ചെയ്താൽ എങ്ങനെ മാനേജ് ചെയ്യും എന്ന ചിന്തയായിരുന്നു. പക്ഷെ പിന്നീടുള്ള ഓഡിഷനിലൂടെ കുറച്ചുകൂടെ അടുത്ത് നല്ല ചുള്ളൻ ചെക്കൻ എന്ന ഇമേജ് ആയെന്നാണ് മേഘ പറയുന്നത്. പാച്ചു എന്നൊക്കെയാണ് മേഘ സൽമാനെ വിളിക്കുന്നത്. പാച്ചുവിൽ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ചളിയാടിയാണ് എന്ന് മേഘ പറയുന്നു. സൽമാൻ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന സമയമായിരുന്നു. പിന്നീട് പ്രണയത്തിലൊന്നും വിശ്വാസമില്ലാതെയായി. കരിയറിൽ കൂടുതൽ ശ്രദ്ധിക്കുക, യാത്രകൾ ചെയ്യുക എന്നതൊക്കെയായിരുന്നു സൽമാന്റെ തീരുമാനം. ആ സമയത്താണ് മേഘ പ്രപ്പോസ് ചെയ്യുന്നത്. അത് പ്രായത്തിന്റെ പക്വതക്കുറവായിരിക്കും എന്ന് കരുതി സൽമാൻ റിജക്റ്റ് ചെയ്തു. നീണ്ട ഒരു ഉപദേശവും തന്നു എന്നാണ് മേഘ പറയുന്നത്. മേഘയും ആ സമയത്ത് ചില ഫാമിലി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു. അതിനൊക്കെ സൽമാൻ കൂടെ നിൽക്കുകയും ആശ്വാസമാവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തോന്നുന്നതാകും എന്ന് സൽമാൻ പറഞ്ഞു. ഇപ്പോൾ നീ പഠിക്കേണ്ട പ്രായമാണ്, ആദ്യം പഠനം പൂർത്തിയാക്കുക, ഇത് കാഷ്വലായി വിടൂ. കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും നിന്റെ ഉള്ളിൽ ഈ ഫീലിങ്സ് ഇതേപോലെ ഉണ്ടോ എന്ന് നോക്കൂ. ഉണ്ടാവില്ല, അപ്പോൾ പുതിയ ചുറ്റുപാടുകൾ നിന്നെ മാറ്റും എന്നൊക്കെ പറഞ്ഞാണ് സൽമാൻ ഒഴിവാക്കാൻ ശ്രമിച്ചത്. തങ്ങൾ രണ്ട് മതത്തിൽപ്പെട്ടവരാണ്, പ്രായവ്യത്യാസമുണ്ട്, എന്നാൽ ഇന്നത് വലിയ കാര്യമല്ല എന്നാണ് മേഘയും സൽമാനും പറയുന്നത്. പരസ്പര സ്നേഹവും അണ്ടർസ്റ്റാൻഡിങ്ങും വിശ്വാസവും ഉണ്ടെങ്കിൽ രണ്ടുപേരുടെ ജീവിതം അവരുടെ സ്വാതന്ത്ര്യമാണെന്ന് മേഘയും സൽമാനും പറയുന്നു. അതേസമയം മേഘയ്ക്ക് സൽമാനോട് ഒരു താല്പര്യമുണ്ട്, ഒരു ഇഷ്ടമുണ്ടെന്ന് മേഘയുടെ വീട്ടിൽ അറിയാമായിരുന്നു. ഈ രണ്ട് വീട്ടുകാർക്കും ഇങ്ങനെ ഒരു വിവാഹത്തോട് താല്പര്യമില്ലായിരുന്നു. എന്നാൽ കൂടി മേഘയുടെ അച്ഛൻ വിവാഹ സമയത്ത് രജിസ്റ്റർ ഓഫീസിൽ എത്തി അനുഗ്രഹിച്ചു എന്നും ഇവർ പറയുന്നുണ്ട്.
വിവാഹ സമയത്ത് ആരാണ് ഈ വിളിക്കാതെ വന്നത് എന്ന് നോക്കിയപ്പോഴാണ് മേഘയുടെ അച്ഛനാണെന്ന് മനസ്സിലായത്. അവളെ നിങ്ങൾ എന്തായാലും ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എത്തി, അവളെ പൊന്നുപോലെ നോക്കണമെന്നാണ് മേഘയെ ഏൽപ്പിച്ചുകൊണ്ട് മേഘയുടെ അച്ഛൻ സൽമാനോട് പറഞ്ഞത്. തന്റെ വീട്ടിലും എതിർപ്പുകൾ ഉണ്ടായിരുന്നു എന്ന് സൽമാൻ പറയുന്നു. എന്നാൽ പിന്നീട് തന്റെ അമ്മ വിളിച്ച് സംസാരിച്ചു, മെസ്സേജ് അയച്ചു. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ഇതിനെല്ലാം മാറ്റം വരുമെന്നും കോൺഫിഡൻസോടെ ഇരുവരും പറയുന്നുണ്ട്. 2021 22 എന്ന് കൃത്യമായി ഓർമ്മയില്ല. അന്ന് മേഘയുടെ 18ാം പിറന്നാളായിരുന്നു. ആ ദിവസമാണ് സൽമാനോട് പ്രപ്പോസ് ചെയ്തതും നിരസിച്ചതും. ഞാൻ പ്രണയിക്കാൻ യോഗ്യനല്ല, എനിക്കത് ലക്കില്ല എന്നൊക്കെ പറഞ്ഞ് നിരസിച്ചു. എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് എൻ്റെ പ്രണയത്തിൽ വിശ്വാസമുണ്ടായിരുന്നു, അത് ഞങ്ങളെ ഒന്നിപ്പിക്കുമെന്ന് വിശ്വസിച്ചു എന്ന് മേഘ പറയുന്നു. 2 വർഷം കാത്തിരുന്നു, അവസാനം എങ്ങനെയൊക്കെയോ വളച്ചു എന്നാണ് മേഘ പറയുന്നത്. വീടിരണ്ടിലും എന്ന സീരിയലിൽ നിന്ന് സൽമാൻ പിന്മാറേണ്ടി വന്നൊരു സമയമുണ്ടായിരുന്നു. ഇമോഷണലി തന്നെ ഒരുപാട് കരയിപ്പിച്ച സംഭവമായിരുന്നു അത്. സീരിയലിൽ നിന്നും മാറി നിന്നപ്പോഴും മേഘയുടെ പ്രണയം ശക്തമായിരുന്നു. ഓക്കെ, അത് സീരിയസ് ആണെന്ന തോന്നൽ ഉള്ളിൽ വന്നപ്പോൾ സുഹൃത്തിനോടാണ് ആദ്യം പറഞ്ഞത്. അതിനുശേഷം മേഘയോട് ശരി കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പോഴും പ്രണയം സ്വീകരിച്ചോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയില്ല. ഫോർമലായി ഒരു ഐ ലവ് യു പോലും പറഞ്ഞില്ല. കല്യാണത്തിന്റെ മണിക്കൂറുകൾക്ക് മുൻപാണ് നിന്റെ പ്രണയം ഞാൻ സ്വീകരിക്കുന്നു എന്ന തരത്തിൽ ഔദ്യോഗികമായി പ്രപ്പോസ് സ്വീകരിച്ചത്.